RSS മേധാവി മോഹൻ ഭഗവതിന്റെ അമേരിക്കൻ സന്ദർശനത്തെ ചൊല്ലി വീണ്ടും ചർച്ചകൾ തുടരുകയാണ്. മതസ്വാതന്ത്ര്യ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി മോഹൻ ഭഗവതിന്റെ വിസ റദ്ദാക്കണമെന്നും RSS നേതാക്കൾക്കെതിരെ ലക്ഷ്യാധിഷ്ഠിത ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള US കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. താൻ ഈ പരിപാടിയെ പിന്തുണക്കുന്നില്ലെന്ന് ന്യൂയോർക്ക് മേയർ സുഹറാൻ മംദാനി തുറന്നു പറഞ്ഞതും വിവാദമായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മതസ്വാതന്ത്ര്യ ലംഘനങ്ങളിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന RSS അംഗങ്ങൾക്കും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ കൃത്യമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഏജൻസി US സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂയോർക്കിൽ ഓഗസ്റ്റ് 29 നടക്കുന്ന യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഭഗവത് US എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അമേരിക്കൻ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര ഉഭയകക്ഷി ഫെഡറൽ സ്ഥാപനമാണ് US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയുമാണ് ഇവരുടെ പ്രധാന ചുമതല. ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJPയുടെ ആശയപരമായ മാതൃസംഘടനയായ RSS എന്ന് USIRF റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോഹൻ ഭഗവതിന് നൽകിയ വിസ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള ലക്ഷ്യാധിഷ്ഠിത ഉപരോധങ്ങൾ പരിഗണിക്കാൻ തങ്ങൾ US സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായി USIRF ചെയർമാൻ ആസിഫ് മഹ്മൂദ് ഓഗസ്റ്റ് 26 ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ പങ്കാളികളായ ഒരു പാരാമിലിറ്ററി സംഘടനയാണ് RSS എന്ന ധാരണ തിരുത്തുന്നതിനാണ് വിദേശ സന്ദർശനങ്ങൾ സംഘടിപ്പിച്ചതെന്ന് മെയ് മാസത്തിൽ RSS വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ BJP രൂപപ്പെട്ടുവന്ന ശക്തമായ ഒരു ഹിന്ദു സംഘടനയാണ് RSS എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. RSSന്റെ ഉപസംഘടനകളിലെ അംഗങ്ങൾ ക്രിസ്ത്യാനികൾ, ദളിതർ, മുസ്ലിങ്ങൾ, സിഖുകാർ എന്നിവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അയച്ചുവിട്ടിട്ടുണ്ടെന്ന് US പാനൽ ആരോപിച്ചു. BJP നയിക്കുന്ന സർക്കാരിന്റെ നയങ്ങൾ RSSന്റെ ഹിന്ദുത്വ ആശയങ്ങളുമായി അടുത്തു നിൽക്കുന്നതാണെന്നും അത് മതന്യൂനപക്ഷങ്ങളെ വിവേചനപരമായി ബാധിക്കുന്നുവെന്നും സമിതി ആരോപിക്കുന്നു. ഇത്തരം മനുഷ്യാവകാശ മതസ്വാതന്ത്ര്യ ലംഘനങ്ങളിൽ പങ്കാളികളായ RSS അംഗങ്ങളുടെ US സ്വത്തുക്കൾ മരവിപ്പിക്കണമെന്നും യാത്രാവിലക്ക് ഏർപ്പെടുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നു. കമ്മീഷന്റെ 2026 വാർഷിക റിപ്പോർട്ടിലും പുതിയ പ്രസ്താവനകളിലും ഇന്ത്യയെ കടുത്ത ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. മതപരിവർത്തന നിരോധന നിയമങ്ങൾ, പൗരത്വ നിയമങ്ങൾ, ഗോസംരക്ഷണ നിയമങ്ങൾ എന്നിവ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. RSSന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ന്യൂയോർക്കിലെ പ്രശസ്തമായ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഓഗസ്റ്റ് 29 5000-ഓളം പ്രവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് RSS ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. താൻ ഈ പരിപാടിയെ പിന്തുണക്കുന്നില്ലെന്ന് മേയർ മംദാനി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സ്വകാര്യ സംഘടന നടത്തുന്ന പരിപാടി റദ്ദാക്കാൻ ന്യൂയോർക്ക് സിറ്റി ഭരണകൂടത്തിന് നിയമപരമായ അധികാരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവാദം ഇന്ത്യയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. BJPയും ശിവസേന പോലുള്ള സഖ്യകക്ഷികളും മംദാനിക്കെതിരെ രംഗത്ത് വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളിലെ ചില നേതാക്കൾ ന്യൂയോർക്ക് പോലൊരു മൾട്ടി റിലീജിയസ് നഗരത്തിൽ RSS പ്രത്യയശാസ്ത്രം ചെലവാകില്ലെന്ന തരത്തിലാണ് പ്രതികരിച്ചത്. USCIRF എന്നത് ഒരു ഉപദേശക സമിതി മാത്രമാണ്. ഇതിന്റെ ശുപാർശകൾ നടപ്പാക്കാൻ US ഗവൺമെന്റിന് നിയമപരമായ ബാധ്യതയില്ല. ട്രംപ് ഭരണകൂടം ഇതുവരെ ഈ ശുപാർശകളിൽ ഉപരോധ നടപടികളിലേക്ക് കടന്നിട്ടുമില്ല.